മനസുഖം, മനഃശാന്തി, സന്തോഷം ഇത് എവിടെ കിട്ടും? എങ്ങനെ കിട്ടും? ഈ ലോകത്ത് ജീവിക്കുന്ന ഭൂരിഭാഗം മനുഷ്യരും അന്വേഷിച്ച് നടക്കുന്ന കാര്യമാണിത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇതിനെക്കുറിച്ച്? മനസുഖവും സന്തോഷവും ഒക്കെ കിട്ടാനായിട്ട് ഇതെങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു തരുന്ന മഹാഭാരത കഥ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ, കാണാതെ പോകരുത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ അതികഠിനമായിട്ട് ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചിട്ട് കൂടി പലരും പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല നേടുന്നത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ, നമ്മുടെ പ്രവൃത്തിക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫലം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സന്തോഷത്തോടെ അസ്തമിച്ചു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരവും കണ്ടെത്താൻ വഴിയില്ല. നമ്മൾ സേഫായിട്ട് നിന്നിട്ട് നമ്മളതിന് മറ്റൊരു പുറമേ നിന്നുള്ള കാരണമായിരിക്കും കണ്ടെത്തുക. അപ്പോൾ ഈ ഒരു അവസ്ഥ എല്ലാ മനുഷ്യരും നേരിടുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മുടെ ധർമ്മരാജാവ് നേരിട്ടത്. ഇത് എന്തായിരുന്നു ഇതിന് കാരണമെന്നറിയാൻ അദ്ദേഹം ഭീഷ്മ പിതാമഹനോട് ചോദിക്കുകയാണ്. പിതാമഹ, ഒരുവൻ താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടാതെ, അതിന്റെ ഫലങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് അസ്വസ്ഥനാകാതെ എങ്ങനെയാണ് അവൻ ആത്യന്തികമായിട്ടുള്ള ശാന്തതയെ കൈവരിക്കുന്നത്? അതായിരുന്നു യുധിഷ്ഠിരന്റെ ചോദ്യം. ഗുരുവൃദ്ധനായ ഭീഷ്മ പിതാമഹൻ ഇതിന് ഉത്തരമായിട്ട് പറഞ്ഞത് കേവലം ഒരു കഥയായിരുന്നില്ല. അത് നമ്മൾ മനുഷ്യരുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു തത്വമായിരുന്നു. നിങ്ങൾ പ്രഹ്ലാദനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ മഹാബലിയുടെ മുത്തച്ഛനായിരുന്നു പ്രഹ്ലാദൻ. ഒരു അസുര രാജാവായിരുന്നു. സാധാരണ നമ്മൾ അസുര രാജാക്കന്മാരെ പറ്റി പറയുമ്പോൾ അത്ര വെടിപ്പല്ല, ദുഷ്ടന്മാരായിരിക്കും. എന്തെങ്കിലുമൊക്കെ ദേവന്മാരായിട്ടും മനുഷ്യരുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ചിന്തകളും പ്രവൃത്തികളൊക്കെ ആയിരുന്നു ഈ അസുരന്മാരുടെ ഒരു പ്രധാന ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ പ്രഹ്ലാദൻ അങ്ങനെ ആയിരുന്നില്ല. സത്യസന്ധനായിരുന്നു, എല്ലാവരോടും അനുകമ്പയുള്ളവനായിരുന്നു, മികച്ച ഒരു ഏറ്റവും പ്രശസ്തനായ ഒരു ചക്രവർത്തിയുമായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് 3 ലോകങ്ങളും അടക്കി ഭരിച്ചിരുന്ന പ്രഹ്ലാദന് ഒരിക്കൽ കാലിടറി. തന്റെ സർവ്വ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാകപ്പെടുകയും ശത്രുക്കളുടെ പിടിയിലാകപ്പെടുകയും ചെയ്തു. ഇത്രയും മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടും അദ്ദേഹം ശാന്തനായി സ്വസ്ഥനായി ഒരു ഗൃഹത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ദേവേന്ദ്രൻ വളരെയധികം അത്ഭുതപ്പെട്ടു എന്ന് പറയണം. കാരണം ചക്രവർത്തിയായി കഴിഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം തന്റെ സർവ്വ ഐശ്വര്യങ്ങളും ചക്രവർത്തി പദവും എല്ലാം നഷ്ടപ്പെട്ടിട്ട് കൂടി സ്വസ്ഥമാനസനായിട്ട് ഇരിക്കുന്നത്, അത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുക എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതെങ്ങനെയെന്ന് അറിയണമെന്നൊരു തീരുമാനത്തിലെത്തി ദേവേന്ദ്രൻ. അദ്ദേഹം ഒരു ബ്രാഹ്മണ വേഷത്തിൽ പ്രഹ്ലാദനെ സമീപിച്ചു. ബ്രാഹ്മണ വേഷധാരിയായ ഇന്ദ്രൻ പ്രഹ്ലാദനോട് ചോദിച്ചു, അല്ലയോ രാജാവേ, അങ്ങ് ജനസമ്മതനാണ്, സർവഗുണ സമ്പന്നനുമാണ്, അതൊന്നും അങ്ങേ വിട്ടുപോയി പോയിട്ടില്ല. പക്ഷെ അങ്ങ് സ്ഥാനഭ്രഷ്ടനായിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു രാജാവ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മാനസികമായി തകരും. പക്ഷെ അങ്ങാണെങ്കിലോ ശാന്തനായിരിക്കുന്നു. എങ്ങനെയാണ് അങ്ങയെ കൊണ്ട് ഇത് സാധിക്കുന്നത്? ഇപ്രകാരം ഇന്ദ്രൻ ചോദിച്ചപ്പോൾ തന്റെ ഉറച്ച ബോധത്തിൽ നിന്നുകൊണ്ട് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു തുടങ്ങി. ജീവജാലങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി നാശങ്ങളെ കുറിച്ചും ശരിയായ അറിവ് നേടിയ ഒരുവൻ ഇങ്ങനെ ഏത് അവസരം വന്നാലും ഏത് അവസ്ഥയിൽ എത്തിപ്പെട്ടാലും അവൻ അചഞ്ചലനായിരിക്കുകയുള്ളൂ. അവന്റെ മനസ്സിന് യാതൊരു വിധത്തിലുള്ള സന്താപങ്ങളോ അമിതമായിട്ടുള്ള സന്തോഷങ്ങളോ ഒന്നും തന്നെ ബാധിക്കില്ല. അതായത് കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള കർത്തൃത്വ ബോധം, അത് ഞാനാണ് അതിന്റെ കർത്താവ് എന്നുള്ളൊരു ബോധം ഉള്ള ഒരുവന് ഒരിക്കലും ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. നമ്മളാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രധാന കർത്താവ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന നമ്മുടെ പ്രവൃത്തിയിൽ നിന്നുണ്ടാവുന്ന റിസൾട്ടിന് നമ്മൾ കർത്താവായിരിക്കണം. റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അതേ റിസൾട്ടിന് കിട്ടണം. പക്ഷെ അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർത്തൃത്വം ഒരിക്കലും നമ്മളിലല്ല എന്നുള്ളൊരു തിരിച്ചറിവ്, ആ ഒരു തത്വബോധം നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിന് സംഭവിക്കുന്ന റിസൾട്ടിന്, അത് നമുക്ക് എതിരാണെങ്കിൽ കൂടി, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല എങ്കിൽ കൂടി ഒരിക്കലും അതിൽ വിഷമം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തില്ല. അതാണ് ആ പ്രഹ്ലാദൻ പറഞ്ഞതിന്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം. അതാണ് ഈ ഒരു തത്വം എല്ലാ കാലത്തും ആപ്ലിക്കബിൾ ആണ്. ഈ കാലത്തും വാലിഡ് ആയുള്ള ഒരു അടിസ്ഥാന തത്വമാണ് പ്രഹ്ലാദന്റെ വാക്കുകളിലൂടെ നമുക്ക്
മനസ്സിലാകുന്നത്. ചിലര് അത് വലിയ അധ്വാനങ്ങളൊന്നും കൂടാതെ ധാരാളം സമ്പത്ത് നേടുന്ന കണ്ടിട്ടില്ലേ? എന്നാൽ മറ്റു ചിലരോ ചത്തു കിടന്ന് പണിയെടുത്തിട്ടും ദാരിദ്ര്യം വിട്ടുമാറാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം സുഖവും സന്തോഷവും വിജയവും പരാജയവും എല്ലാം സംഭവിക്കുന്നത് ഒരാളുടെയും പ്രത്യേകം എടുക്കൊണ്ട് മാത്രമല്ല, അത് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിൽ വന്നു ചേരുന്നൊരു സത്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രഹ്ലാദൻ ഇങ്ങനെ പറഞ്ഞു എന്ന് എഴുതി ആരും പണിയെടുക്കാതെ സമ്പന്നരാകുന്നൊന്നും കരുതുന്നുണ്ട് കേട്ടോ. പ്രഹ്ലാദൻ തുടർന്നു, എൻ്റെ രാജപദവിയും മറ്റും എൻ്റെ മിടുക്കുകൊണ്ട് മാത്രം എന്നിലേക്ക് വന്നു ചേർന്നതല്ല, അത് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിൽ എന്നിലേക്ക് എത്തിയതാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടതും എൻ്റെ കുറ്റം കൊണ്ടല്ല. ഈ ലോകത്തിൽ സംഭവിക്കുന്ന സുഖങ്ങളും അസുഖങ്ങളും എല്ലാം, നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം കർമ്മങ്ങളുടെ ഫലങ്ങൾ മാത്രമാണ്. ആ ഒരു തത്വം ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് പ്രഹ്ലാദൻ ഇന്ദ്രനോട് മറുപടിയായിട്ട് പറഞ്ഞു. പ്രഹ്ലാദൻ തന്റെ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ഇന്ദ്ര, ധർമ്മവിധികൾ ഞാൻ വ്യക്തമായി അറിയുന്നു. പഞ്ചഭൂതങ്ങളുടെ അസ്ഥിര സ്വഭാവത്തെയും ഞാൻ മനസ്സിലാക്കുന്നു. നിർമ്മമനായി, അതായത് മമത ഇല്ലാത്തവനായി, നിരഹങ്കാരിയായി, സർവ സുഖഭോഗങ്ങളിലുള്ള ആഗ്രഹം വെടിഞ്ഞ് ഇരിക്കുന്ന എനിക്ക് എവിടെയാണ് ശത്രുക്കളുള്ളത്? അതുകൊണ്ട് ഞാൻ സ്വസ്ഥനാണ്, ശാന്തനാണ്. പ്രഹ്ലാദന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ ഒപ്പം ഉണ്ടായിരുന്ന ശുക്രാചാര്യർ ചോദിച്ചു, ഹേ അസുര രാജാവേ, അങ്ങേക്ക് എങ്ങനെയാണ് ഈ ഒരു ശാന്തതയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അതിനും പ്രഹ്ലാദൻ ശാന്തനായി മറുപടി പറഞ്ഞു, നേരിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ആത്മവിദ്യ, അതാണ് ഓരോ മനുഷ്യരെയും ഈ ഒരു പരമശാന്തിയിലേക്ക് എത്തിക്കുന്നത്. ചെറുതെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുള്ള ചുറ്റുപാടുകൾ നമ്മൾ സന്തോഷമായിരിക്കുക, നമ്മുടെ പ്രവൃത്തികൾ അതിന്റെ കർമ്മഫലത്തിൽ കണ്ണുവയ്ക്കാതെ അനസ്യൂതം തുടരുക. നമ്മുടെ ചുറ്റിൽ ശാന്തി കൈവരും, നമ്മുടെ ഉള്ളിൽ ശാന്തി നിറയും, അത് ഉറപ്പാണ്. ഒന്ന് പരിശീലിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലെ ചെറിയൊരു ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു ജീവിത പാഠമാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ പരാജയങ്ങളിലും ചെറിയ പിന്നാക്കം പോക്കലും ഒക്കെ നമ്മൾ സങ്കടപ്പെടുമ്പോൾ ഓർക്കുക, ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല, അത് പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ ഫലത്തെക്കുറിച്ച് വ്യാകുലപ്പെടാതെ നിരന്തരമായിട്ട് ആത്മാർത്ഥതയോടെ ചെയ്യുക. തീർച്ചയായിട്ടും ഫലം നിങ്ങളെ തേടി വരും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ വീഡിയോയിലെ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ വരുന്ന വീഡിയോ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.